നമ്മൾ ചോദിച്ചൊരു വരം ഇവിടെ അംഗീകരിച്ച് തന്നിരിക്കുന്നു. അതായത് ഏറ്റവും കുറഞ്ഞത് നിലവിലുള്ള ഫീസിൻ്റെ 50% സ്കോളർഷിപ്പായി നൽകാം. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് ഓണേഴ്സിലോട്ട് പോകാൻ പറ്റും. അതേസമയം പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതകളുമാണ് ഇതിൽ വരുന്നത്. 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് പൊതുവെ ഒരു ടെൻഷൻ അങ്ങോട്ട് ആരംഭിക്കും. കുട്ടിയെ കൂടെ നിർത്താൻ പറ്റില്ല ഇനി, അല്ലെങ്കിൽ ഗൾഫിൽ പഠിപ്പിക്കാൻ പറ്റില്ല, നാട്ടിലേക്ക് അയക്കണം. കുറച്ച് കാശുള്ളവർ പെട്ടെന്ന് ചിന്തിക്കും UK-യിലേക്ക് അയക്കണം, കാനഡയിൽ അയക്കണം, അമേരിക്കയിൽ അയക്കണം. പക്ഷേ കണക്ക് നോക്കി വരുമ്പോൾ നടക്കില്ല. അങ്ങനെ മോഹഭംഗം വാക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അനുഭവത്തിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി രക്ഷപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ആശ്രയിക്കാവുന്ന ലോകോത്തരമായ 2 കരിക്കുലമാണല്ലോ ഉള്ളത്. അതെ, കേംബ്രിഡ്ജും പിയേഴ്സൺ ബിടെക്കും. ഇത് രണ്ടും UAE-യിലുണ്ട്. അതെ, ഇത് രണ്ടും UAE-യിലുണ്ട്. ഇത് രണ്ടും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ സ്കൂളിൽ തന്നെ, നമുക്കറിയാവുന്ന സ്കൂളിൻ്റെ പേരൊന്നും പറയുന്നില്ലേ, ആ സ്കൂളിലൊക്കെ ചെന്ന് പടി കയറുമ്പോൾ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഫീസ് നമുക്കൊരിക്കലും ദഹിക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയതുകൊണ്ട് നമ്മൾ അത് വേണ്ട, അത് വിട്ടിട്ട് നമുക്കിനി O ലെവലും വേണ്ട, A ലെവലും വേണ്ട എന്ന് പറഞ്ഞ് കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ 20-ലധികം വർഷമായിട്ട് ഈ പറഞ്ഞ കേംബ്രിഡ്ജിൻ്റെയും പിയേഴ്സൺ ബിടെക്കിൻ്റെയും കാര്യം പറയുമ്പോൾ പിയേഴ്സൺ ബിടെക് എന്ന് പറയുന്ന കരിക്കുലം ഒരു സമസ്യ അല്ലാതാക്കി മാറ്റി ജീവിതത്തിൽ ഒരു വലിയ തപസ് പോലെയാക്കി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ 25-26 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന്, അതും ഒരു മലയാളിയുടെ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരാളുടെ കഠിനമായ അധ്വാനത്തിൻ്റെ കഥ കൂടി പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. പിയേഴ്സൺ ബിടെക് എന്ന് പറയുന്ന വിദ്യാഭ്യാസ, അതുമായി ബന്ധപ്പെട്ട ഹയർ ഡിപ്ലോമ, അതുമായി ബന്ധപ്പെട്ട ഓണേഴ്സ് എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയാവുന്നത്, ഇതെല്ലാം കൊടുക്കുന്ന എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ. ഗൂഗിൾ നോക്കിയാൽ അറിയാം എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന്. അതിലുപരിയായി നമ്മൾ ചോദിച്ചൊരു വരം ഇവിടെ അംഗീകരിച്ച് തന്നിരിക്കുന്നു. അതായത് ഇവിടെ 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഈ UK-യുടെ ആധികാരികമായിട്ടുള്ള ലോകം മുഴുവനും അംഗീകരിക്കുന്ന, എവിടെ ചെന്നാലും സ്വീകരിക്കപ്പെടുന്ന ഈ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് നിലവിലുള്ള ഫീസിൻ്റെ 50% സ്കോളർഷിപ്പായി നൽകാം. എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ദുബായിലെ, ഇപ്പോൾ മെട്രോയിൽ എപ്പോഴും വന്നിറങ്ങാൻ പറ്റിയ ഊതുമേത്തയിലിരിക്കുന്ന അതിൻ്റെ ഒരു ക്യാമ്പസ് മറ്റ് പല എമിറേറ്റുകളിലുമുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസ് എന്ന രൂപത്തിൽ കൂടി ഇതിനെ കണ്ടുകൊണ്ട് ഇവിടെ നിങ്ങൾ വന്നാൽ ഈ 50% സ്കോളർഷിപ്പ്, ദുബായ് വാർത്ത കണ്ടിട്ടാണ് ഞങ്ങളത് മനസ്സിലാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ തരാവുന്ന ഒരു വളരെ അപൂർവമായ കുറേ ദിനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ജൂലൈ മാസം മുഴുവനും. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിവിടെ വന്ന് സംസാരിക്കുന്നത്. ഈ ബ്രിട്ടീഷ് കോഴ്സുകൾ, പ്രത്യേകിച്ച് പിയേഴ്സൺ ബിടെക് എന്ന് പറയുന്നതിൽ ഈ എക്സാം ഇല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ? മെയിൻലി നമ്മുടെ ഇന്ത്യൻ കരിക്കുലം നോക്കുമ്പോൾ മൊത്തം കുട്ടികൾ പഠിച്ച് ഒരു വർഷത്തെ മൊത്തം പഠിച്ചിട്ട് അവർ ലാസ്റ്റിലൊരു 2 hours എക്സാം എഴുതിയാണ് പാസ്സായി പോകുന്നത്. നമ്മളിവിടെ അങ്ങനെയല്ല. ഓരോ മാസവും ഓരോ യൂണിറ്റുകൾ നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത്. അത് വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നടന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതൊരു യൂണിറ്റ്, ഒരു സബ്ജക്റ്റാണ് ഞങ്ങളുടെ ഒരു കോഴ്സിനകത്തുള്ളത്. നമുക്കിപ്പോൾ ബിസിനസ് ഉണ്ട്, അതെ, IT-യിലുണ്ട് അല്ലേ, കമ്പ്യൂട്ടിംഗ് ഉണ്ട്. കമ്പ്യൂട്ടിങ്ങിന് അണ്ടറിൽ തന്നെ സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്നിപ്പോൾ ലോകം മുഴുവനും സാധ്യതയുള്ള AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിഗ്രി. യെസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ഇവർക്ക് ഇവിടെ പഠിക്കാം. നമ്മുടെ ഇവിടെ തന്നെ പഠിച്ചിട്ട് 3rd ഇയർ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ഫാഷൻ ആർട്ട് ആൻഡ് ഡിസൈൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ ഫാഷൻ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ഡിജിറ്റൽ ഡിസൈൻ, ഫോട്ടോഗ്രാഫി, ഇത് എല്ലാം ഓരോ ഏരിയയായിട്ട് അവർക്ക് പഠിച്ചിട്ട് അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള ഡിഗ്രി എടുക്കാം. അപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ 10-15 ഡിവിഷൻസ് ഇങ്ങനെയുണ്ട്. യെസ്, 2 വർഷം ഈ ക്യാമ്പസിൽ പഠിക്കുന്നു. 3ാമത്തെ വർഷം ഞങ്ങൾ മനസ്സിലാക്കിയത്, മുമ്പുള്ള കുട്ടികൾ പറഞ്ഞത്, ഇവിടെ UAE-യിലെ ഇവിടെ പറയുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, UK യൂണിവേഴ്സിറ്റികൾ. അതിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു പ്രത്യേക സ്റ്റൈപ്പൻഡോട് കൂടി, അല്ലെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി, ഗ്യാരണ്ടി ആയിട്ടുള്ള ഫീസ് കുറച്ചുകൊണ്ട് അഡ്മിഷൻ ഇവിടെ നിന്ന് 100% ഗ്യാരണ്ടിയിൽ ശരിയാക്കി കൊടുക്കും. നമ്മൾ വാക്ക് കൊടുക്കുകയാണ് അല്ലേ? ഓഫർ ലെറ്റർ, വിസ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആഫ്റ്റർ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വർഷം ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ഗ്യാരണ്ടീഡ് ആണ്. KSDയുടെ കംപ്ലീറ്റ് അപ്രൂവൽ ലോകം മുഴുവനുമുള്ള
യൂണിവേഴ്സിറ്റികളും മറ്റ് സ്ഥാപനങ്ങളും അപ്രൂവൽ. ഒറ്റ വിഷയം കിടക്കുന്നത് കാശ് കുറച്ച് കുറവാണെന്ന് മാത്രം. ഫീസ് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന ഫീസ് കൊടുത്താൽ മതി. ഇപ്പോൾ 12th പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ബ്രിട്ടീഷ് കരിക്കുലം ആണെങ്കിൽ അത്രയും പോലും കൊടുക്കണ്ട. അപ്പോൾ ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, സൗദി ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാനുള്ള വിസ അവർക്ക് 2 years സ്റ്റുഡൻറ്റ് വിസ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഇതെല്ലാം വളരെ എക്കണോമിക്കലായിട്ടാണ്. ഈവൻ എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ വിസ ഫീ വരെ നമ്മൾ വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഈ ഊതുമേത്ത നമ്മുടെ മെട്രോയിൽ വന്നിറങ്ങിയാലല്ലേ ഒരു സെക്കൻഡില്ല നടക്കാൻ. സെൻട്രൽ അതെ ഇവിടെ ബസ് സർവീസ് ബസ് സ്റ്റേഷൻ ഇതിന് ഓപ്പോസിറ്റിലാണ്, മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസിൽ പോയി താമസിച്ചാലും എക്കണോമിക്കലായിട്ട് താമസിച്ചാലും ഈസി ടു ആക്സസ്. ഇവിടുന്ന് UK കുട്ടികൾ, ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള ഇമാറാത്തി അവരുടെ മക്കൾ, പിന്നെ മറ്റു പല രാജ്യങ്ങളുടെയും കുട്ടികൾ, 10-20-ലധികം രാജ്യക്കാർ കുട്ടികളിവിടെ പഠിക്കുന്നു. മലയാളി കുട്ടികളിവിടെ വളരെ കുറവായിട്ടും കാണുന്നു. ഒരുപക്ഷെ നല്ല കുട്ടികളുണ്ട്, പക്ഷേ നമ്മുടെ അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ക്യാമ്പസ് സെലക്ഷൻ വഴി നിങ്ങൾ ജോലി കൊടുക്കുന്നതിനെ കുറിച്ചും ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, ക്യാമ്പസ് സെലക്ഷൻസ് ഉണ്ട്, നമ്മൾ ഇൻഡസ്ട്രി വിസിറ്റ്സ് ഉണ്ട്. പിന്നെ എവറി മന്ത് വി ഹാവ് നമുക്കൊരു സ്റ്റുഡൻസിന് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, ഫുട്ബോൾ മാച്ച്, പിന്നെ ബാഡ്മിൻ്റൺ, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ ആൾക്കാർ വിളിച്ചിട്ട്, നമ്മുടെ മലയാളികളായ ആൾക്കാർ താല്പര്യമുള്ളവർ വിളിച്ചാൽ സാറിൻ്റെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടോ? വഴി കാണിക്കാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ. നമ്മൾ ഫ്രീ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഈവൻ ഇവിടെ പഠിക്കാനല്ല എങ്കിലും കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ നമ്മളൊരു 20-25 years എക്സ്പീരിയൻസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ ദുബായ്, നമുക്ക് നല്ല രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അവർക്ക് എവിടെ വേണേലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണേലും അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ സർവീസും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. UK ഇരുന്നു കൊണ്ട് പിയേഴ്സൺ ബിടെക്കിൻ്റെ ആധികാരിക ബോഡി ഇവിടെ ദുബായിൽ ഊതുമേത്തയിൽ ക്യാമ്പസിലിരിക്കുന്ന കുട്ടിയുടെ ടാലൻറ്റ്, മെറിറ്റ്, സ്കില്ല് ഇതൊക്കെ എങ്ങനെയാണ് അനാലിസിസ് ചെയ്തിട്ട് ക്രെഡിറ്റ് അങ്ങോട്ട് കൊടുക്കുക. 120-120 240 ക്രെഡിറ്റ് കിട്ടിയാലേ പിന്നെ അങ്ങോട്ട് പോയിട്ട് 3-ാം വർഷം UK-യിലോ UK കോളേജിലോ പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ അസസ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള രീതി? PSൻ്റെ എല്ലാ ഡോക്യുമെൻസും അവർ തന്നെ ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ഇത് ഡെലിവറി ചെയ്യുന്നു എന്ന് മാത്രമേ, വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല, ഒന്നും ചേർക്കാൻ പറ്റില്ല. അസൈൻമെൻറ്റ് ബ്രീഫ് ഡയറക്റ്റ്ലി അവിടെ നിന്നാണ് വരുന്നത്. അത് നമ്മളിവിടെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു സ്റ്റുഡൻസിനെ എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അത് ആൻസർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. റിയൽ ലൈഫ് സിനാരിയോസ് ആണ്. UK ബേസ്ഡ് കമ്പനികളുടെ കേസ് എക്സാമ്പിൾസ് ആണ് നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ബിസിനസ് ലോ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിലും അത് UK ബിസിനസ് ലോയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ കരിക്കുലവും UK ബേസ്ഡ് തന്നെയാണ്. എല്ലാ സിലബസും അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലോക്കൽ ഫ്ലേവർ എങ്ങനെയാണ് കുട്ടി സ്വീകരിക്കേണ്ടത്, അതിനുള്ള കേസ് സ്റ്റഡീസ് എക്സാമ്പിൾസ് എല്ലാം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. UK കൾച്ചറിനോട് റിലേറ്റ് ചെയ്ത് തന്നെ, അതേസമയം എന്നാൽ UAE അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ. ഡിഫറൻസോ സിമിലാരിറ്റിയോ അതെല്ലാം നമ്മളിവിടെ ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ പോയാലും അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ കുട്ടി UK യൂണിവേഴ്സിറ്റിയിൽ പോയാലും അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. UK തന്നെ പോയാലും എവിടെയാണെങ്കിലും അത് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡെലിവറി. ടീച്ചറുടെ ക്യാമ്പസിലൊന്ന് നോക്കുമ്പോഴേ നമുക്കൊക്കെ ഒന്ന് ഇരുന്ന് പഠിക്കാൻ തോന്നിപ്പോകുന്നു. കാരണം ഇവിടെ കുട്ടികൾ ടീച്ചർ പഠിപ്പിക്കുമ്പോഴത്തേക്കും അത് മൊബൈലിൽ ഇങ്ങനെ പകർത്തുന്നുണ്ട്. അത് ഇവിടെ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുമല്ലോ. ഇവിടെ അവരെന്ത് നമ്മൾ വീഡിയോ കൊടുത്തു കഴിഞ്ഞാലും എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊബൈലിലാണേലും റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി റെഫർ ചെയ്യുകയും ചെയ്യും. പിന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ക്യാമ്പസാണ് ഞങ്ങളുടെ ഇവിടെ. ഞങ്ങളിവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ നോക്കുന്നു, സ്വന്തം കുട്ടികളെ എങ്ങനെ നോക്കുന്നു, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിനെയും ഞങ്ങൾ നോക്കുന്നത്. എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട്. ഫാഷൻ ഷോയിലൊക്കെ വളരെ ആക്റ്റീവാണ്. പിന്നെ ഞങ്ങൾക്ക് IT ക്ലബ്സ്, സ്പോർട്സ് ക്ലബ്സ്, ആർട്സ് ക്ലബ്ബ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാത്തിനും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഈ പിയേഴ്സൺ കരിക്കുലം ഉദ്ദേശിക്കുന്നത് വെറും ബുക്കിഷ് നോളജ് അല്ല. നമ്മൾ കുട്ടികളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഹാർഡ് ആൻഡ് സോഫ്റ്റ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് ഈ കരിക്കുലം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ അസൈൻമെൻറ്റിൻ്റെ കൂടെ തന്നെയും PPT പ്രസൻറ്റേഷൻസ് ഉണ്ട്, റോൾ പ്ലേസ് ഉണ്ട്, സിമുലേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ആവും, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അവർക്കൊരു, അതുപോലെ തന്നെ നമ്മളിവിടെ ഇൻ്റർവ്യൂവിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എങ്ങനെ CV പ്രിപ്പയർ ചെയ്യാം, ഇതെല്ലാം
പാർട്ട് ഓഫ് ദ കരിക്കുലമാണ്. അപ്പോൾ അവർക്ക് നാളെ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ വേറെ ഒരു പ്രത്യേക ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പം തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് ഓണേഴ്സിലോട്ട് പോകാൻ പറ്റും. അതേസമയം പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതകളുമാണ് ഇതിൽ വരുന്നത്. പഴയ കാലം പോലെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുന്ന പ്രത്യേകിച്ച് ഭാഗ്യത്തിന് ഈ രാജ്യം അങ്ങനെ ഫ്രീലാൻസ് ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ഒക്കെ ചെയ്യാനുള്ള അനുമതിയും കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാ രാജ്യക്കാരും ഉണ്ട്, നമ്മുടെ കുട്ടികൾ കുറവായിട്ട് കാണുന്നു. ഏതായാലും അങ്ങനെയുള്ളൊരു ചേഞ്ചിലേക്ക്, കാരണം ഒരുപാട് പേരുടെ മാനസികാവസ്ഥ ചേഞ്ച് ചെയ്താലേ പറ്റൂ ഇതൊന്ന് സ്വീകരിച്ചെടുക്കണമെങ്കിൽ. എന്നാലും ഇതിൽ വന്നവർ ഇതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അവരെ കുട്ടികളെ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതിന് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നവർക്ക് 50% സ്ട്രൈറ്റ് ഡിസ്കൗണ്ട് കൊടുക്കും, ഡിസ്കൗണ്ട് വെച്ചാൽ സ്കോളർഷിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.